പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ എന്നാന്ന് അറിയാം. അപ്പം അകത്തൊരു പയ്യനെ പറഞ്ഞു ഡ്യൂട്ടിയുള്ളതാണ് 3 പേർക്ക് നല്ല ഡ്യൂട്ടിയുണ്ട്, 2 ലേഡീസുണ്ട്, ഒരു ഗേൾസുണ്ട്. അവർ ഇവിടെ സീനെന്ന് പറഞ്ഞാൽ പ്രായത്തിന് എന്നെ തോന്നുന്നൊരു പോലെ അവർക്ക് ഡ്യൂട്ടി അടിക്കുകയില്ലായിട്ടില്ല. വേറെ പയ്യനുണ്ട്, അവനെക്കുറിച്ച് എനിക്ക് പരാതിയില്ല. ഇങ്ങനെ ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ട്. അവരകത്ത് കിടന്ന് പറഞ്ഞ് എനിക്ക് പോയി കിടന്ന് അത് ഒച്ച കണ്ടപ്പോഴത്തേക്ക് അവൻ ചാടി കഴിഞ്ഞിട്ട് പോയി രക്ഷിതാകത്തേക്ക് പറഞ്ഞ് അവൻ പറഞ്ഞ ഡോറെ കിടക്കും. അവനെ പറഞ്ഞിട്ട് അത് പർപ്പസീവായിട്ടാണെന്ന് ഞാൻ പറഞ്ഞത്. പയ്യനൊക്കെ നമുക്ക് പറയുന്നു. അതെ, അത് പോലീസുകാർ പഠിച്ചെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഈ പറഞ്ഞിട്ട് ഇവിടെ ഒറ്റയ്ക്കായി അങ്ങനെ ഓടിച്ചിട്ട് കുത്തുപോയത്. ആ തൊട്ടേക്കകത്ത് വാട്സാപ്പിൽ കൊണ്ടു പറഞ്ഞു ഇവിടെ വെച്ച് പേടിച്ച് പറഞ്ഞു 5 ഭാഗമാണ് ടീച്ചറെ വെച്ചിരിക്കണം. ഭരിക്കുന്നവരൊക്കെ എന്തിനാ ഞങ്ങളൊക്കെ ഇങ്ങനെ ഈ നികുതി വിരിച്ചിങ്ങനെ ആര് ഭരിച്ചാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും എന്തിനാ ഞങ്ങളൊക്കെ ഇങ്ങനെ കൊല്ലാത്തുള്ളത്? ഇനി ആർക്കാ ടീച്ചറെ സംരക്ഷണം തരാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? അല്ല ഞാൻ വെറുതെ ഞങ്ങളൊക്കെ വിദേശത്തേക്ക് പോകണം. ഇവിടെയുള്ള പിള്ളേർക്ക് ജോലിക്കാതെ പിള്ളേർക്ക് എന്ത് പറയാം, സേഫ്റ്റി ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? എനിക്കതുകൊണ്ട് ടീച്ചറെ എനിക്ക് യാതൊരു പരാതിയില്ല. ഒരു ആരോട് തങ്ങളോട് പിന്നെ പരാതിയില്ല. നമുക്ക് ആർക്കും ഇതൊക്കെ പരാതിപ്പെട്ടതുകൊണ്ട് എനിക്ക് തെറ്റി കുറ്റനെ കിട്ടിയല്ലോ. ഞങ്ങളിതൊക്കെ പോയി അത്രയേ ഉള്ളത്. ഞങ്ങളുടെ രീതി ഇപ്പോൾ ഞാൻ പോയി പേടിച്ചിട്ട് എനിക്ക് ആരോട് ഒരു പരാതിയില്ല. ഇവിടെ വന്നവരുടെ ഗോവിന്ദന്മാരോട് പറഞ്ഞ് സജി ചെറിയാനും വന്ന് ഇന്നലൊക്കെ എനിക്ക് ആരോട് ആരിക്കും വന്നു പറഞ്ഞു. ഇവിടെ ഒത്തിരി പേര് വന്നു, എല്ലാവരും വരാത്തൊരാരും തന്നെയാണ്. മുഖ്യമന്ത്രി അന്ന് അവിടെ വെച്ച് ഇത് കണ്ട് ശരിയാണ്. അതുകൊണ്ട് തന്നെ കളക്ടർ ഏറ്റവും കൂടുതൽ കളക്ടർ ആദ്യം എടുത്ത് എൻ്റെ അങ്ങനെ 2 പേരും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വാസവൻ ചേട്ടൻ വന്ന് ഈ പറഞ്ഞേക്കുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി വന്ന് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടത്